അത് എനിക്ക് മോളെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ വേറെ രീതികളിൽ സംസാരിക്കാൻ അപ്പോഴേ അത് കട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ തിരിച്ച് ചീത്ത വിളിച്ചിട്ടില്ലേ? ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേരെ നമ്മൾ ചീത്ത വിളിക്കും? ഉണ്ടാവും. ഒന്നാമത്തെ സത്യം അച്ഛനും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ തിരിച്ച് പറയണമെന്ന് അറിയത്തില്ല. അമ്മ തന്നെ എത്ര പേരോട് ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങൾ പറയുന്നിടത്തൊരു വില, വാക്കിന് വില വരുത്തില്ല. അതൊരു സത്യം. ചെറുപ്പത്തിലെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അമ്മ തടിപ്പണിക്കും വീട്ടുജോലികൾക്കും ഒക്കെ പോയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പലപ്പോഴും പട്ടിണി വരെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ധനസഹായം കൊണ്ട് നിർമ്മിച്ച അടിച്ചുറപ്പില്ലാത്തൊരു വീട് മാത്രമാണ് ഏക സമ്പാദ്യം. പത്തനംതിട്ടയിലെ കൊടുമൺ സ്വദേശിയായിട്ടുള്ള സുപ്രാദേവിയുടെയും അമ്മയുടെയും ജീവിതത്തിലെ ദുരന്തങ്ങൾ ഇന്നും വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും കരകയറണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു സുപ്രാദേവിക്ക്. അതുകൊണ്ട് തന്നെ അവൾ നന്നായി പഠിക്കാൻ തീരുമാനിച്ചു. BSc നഴ്സിംഗ് പഠിച്ച് വിദേശത്ത് ജോലി നേടണമെന്നായിരുന്നു സുപ്രയുടെ ആഗ്രഹം. എങ്ങനെയെങ്കിലും ഈ ദുരിത ജീവിതത്തിൽ നിന്നും കരകയറണമെന്ന് അവൾ ദൃഢനിശ്ചയമെടുത്തു. അങ്ങനെ ആന്ധ്രയിലെ തിരുപ്പതിയിലുള്ള ഒരു കോളേജിൽ BSc നഴ്സിംഗിന് ചേർന്നു. ഫീസ് അടയ്ക്കാനും മറ്റു ചെലവുകളുമൊക്കെ വിദ്യാഭ്യാസ ലോണിലെയും സ്കോളർഷിപ്പിലൂടെയും ഒക്കെ കണ്ടെത്താനായിരുന്നു പ്ലാൻ. എന്നാൽ ലോൺ കിട്ടിയില്ല. ആദ്യ വർഷം ഫീ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭാഗ്യത്തിന് എക്സാം എഴുതാൻ സാധിച്ചു. എന്നാൽ ഇനി തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫീ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ 1-2 ചാനലുകൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. സഹായിക്കാൻ മനസ്സുള്ളവർക്ക് പണം അയക്കാനായി ഇവരുടെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ പബ്ലിക് ആക്കി. അതോടെ ആ നമ്പറിലേക്ക് തുരുതുരാ കോളുകൾ വരാൻ തുടങ്ങി. ഭൂരിഭാഗവും നല്ല ഒന്നാം തരം ഞരമ്പന്മാരായിരുന്നു എന്നതാണ്. അങ്ങനെ ഇടിവേട്ട് ഏറ്റവനെ പാമ്പ് കടിച്ചെന്ന അവസ്ഥയായി അമ്മക്കും മോൾക്കും. ഇവരുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ആ മോൾ വിവരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് കരച്ചിൽ വന്നുപോയി. നമ്മൾ എന്തായാലും ആ അഭിമുഖം ഒന്ന് കണ്ടോക്കാം. ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ലോൺ ആയിരുന്നു പ്രതീക്ഷ. അതും പിന്നെ SC ആ ലോണിന് അപേക്ഷിച്ചപ്പോ എന്താ അവര് പറഞ്ഞ കാരണം, മുടക്കാനുള്ള കാരണം എന്താ? ആദ്യമൊക്കെ അവര് പറഞ്ഞു എനിക്ക് അച്ഛനല്ലാതെ അമ്മയുടെ ഇത് വെച്ചാൽ, അപ്പം അച്ഛൻ ജീവനുണ്ടെങ്കിൽ അച്ഛനെ തന്നെ നോമിനി വെക്കണമെന്നായിരുന്നു. അത് പറഞ്ഞ് അച്ഛൻ അക്കൗണ്ട് ഇല്ലായിരുന്നു അവിടെ. ആദ്യം പറഞ്ഞ് പാരൻസിന് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. രണ്ടാമത് ചെന്നപ്പം ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാതെ ഒരു അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സിബിൽ സ്കോർ വേണം, അത് 750 ആവണമെന്ന് പറഞ്ഞു. അതെടുത്തപ്പോഴും അമ്മയുടെ വെച്ചെടുത്തപ്പോൾ ശരിയാ, കുഴപ്പമില്ല. പിന്നെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സർക്കാർ ജോലിയുള്ള ഒരാളെ നോമിനി വെക്കണമെന്ന്. അത് വന്നപ്പോൾ പിന്നെ സർക്കാർ ജോലി ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ലോണിന്റെ ആവശ്യമില്ലല്ലോ. അതെ, അത് തന്നെ വെച്ച് അടയ്ക്കാം. അപ്പൊ ബാങ്കിൽ നിന്ന് നമുക്കൊരു രക്ഷയില്ല, പഠിക്കാനുള്ള ഒരു രക്ഷ നമുക്ക് കിട്ടുന്നില്ല. ഈ ടീച്ചേഴ്സ് ഒക്കെ വിളിച്ച് അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് പ്രിൻസിപ്പളോ അങ്ങനെ എന്തെങ്കിലും ചീത്ത പറയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിൻസിപ്പൾ നന്നായിട്ട് പറയും. പ്രിൻസിപ്പൾ പറഞ്ഞു നിങ്ങൾ ഇനി ഫീസ് അടയ്ക്കാതെ ഇങ്ങോട്ടേ വരണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയോ? ഇപ്പൊ ഇന്ന് അടയ്ക്കാൻ പറയുന്നെങ്കിൽ ഇന്ന് തന്നെ 50,000 രൂപ അടയ്ക്കണമെന്നേ പറയത്തുള്ളൂ. ഈ അന്നത്തെ ആഹാരം അതിനുള്ള വകയുണ്ടോ നിങ്ങൾക്ക്? കുറെ നാൾ പട്ടിണി കിടന്നു. പൂത്തരിയൊക്കെ എടുത്ത് കഴുകി ചോറ് വെച്ച് കഴിക്കേണ്ട അവസ്ഥ വരെ വന്നു. പിന്നെ അതും തീർന്നു കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ കിടന്നു പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ? അമ്മ എന്ത് ജോലിക്കാ പോണേ? അമ്മ ഇപ്പോഴാണ് വീട്ടു ജോലിക്ക് പോകുന്നത്. അമ്മ ഇതാണ് കേട്ടോ അമ്മ. നേരത്തെ അമ്മ ചുള്ളിയോതലിനായിരുന്നു പോകുന്നത്. അത് വെച്ച് നമ്മുടെ മുട്ടിന്റെ ചിരട്ടയ്ക്ക് ഒരു വെട്ടുമുണ്ട്. പിന്നെ അതിന് പോകാൻ പറ്റാതായി. ഇപ്പൊ അത് കാരണം വീട്ടു ജോലിക്കാണ് പോണത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ ലോൺ കിട്ടാതായതോടെ ഈ പെൺകുട്ടിയുടെ പഠനം തന്നെ തുലാസിലായിരിക്കുകയാണ് അല്ലെ? നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇവരുടെ ജീവിതത്തിൽ തുടർച്ചയായ ദുരിതങ്ങൾ വന്നപ്പോൾ ഇവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഈ മോള് പഠിച്ച് നല്ലൊരു ജോലിയെല്ലാം നേടി താങ്കൾക്കും ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അല്ലെ? അവരുടെ അവസാനത്തെ കച്ചിത്തുരുമായിരുന്നത്. ഈ പെൺകുട്ടിയെ പോലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്കല്ലേ ശരിക്കും വിദ്യാഭ്യാസ ലോണുകളും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ നൽകേണ്ടത്? ഇവരുടെ നാട്ടിലൊരു പഞ്ചായത്ത് മെമ്പർ ആണല്ലോ. ഒരു പക്ഷേ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഇവർക്ക് തിരിച്ച് പണം അടക്കാൻ കഴിവില്ലെങ്കിൽ എന്ന പേടി കൊണ്ടാകാം ലോൺ കൊടുക്കാതെ എന്തെങ്കിലും ഒഴികഴിവുകൾ പറഞ്ഞതാണ് എങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ട് എന്നുള്ളതാണ് അല്ലെ? ഒരു പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടി വരും. എന്തായാലും ആ പെൺകുട്ടിക്ക് പറയാനുള്ള ബാക്കി കൂടി കണ്ടോക്കാം. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോഴേ അത്ര അടച്ചുറപ്പില്ലാത്തൊരു വീടാണല്ലോ. അപ്പോൾ അമ്മ ജോലിക്ക് പോയാല് മകള് സുരക്ഷിതമാണോ? നിങ്ങൾ രണ്ടുപേരും അമ്മയും മകളും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ സുരക്ഷിതം എന്ന് പറഞ്ഞാൽ മോളെ ഇട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാറില്ല. എവിടെ പോയാലും മോളെയും കൊണ്ട് പോകും. കാരണം ഞാൻ തടിപ്പണിക്ക് പോകുന്ന സമയങ്ങളിൽ ഈ 18 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് രാത്രിയിലും കൂടെ എൻ്റെ അമ്മയെല്ലാം ഉണ്ട് ആ പണിക്ക്. അപ്പം പകലെല്ലാം വിറവ് കോരിയിടും, രാത്രിയിലാണ് അത് കെട്ട്. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രിയിൽ നിന്ന് കെട്ടും. അപ്പം എൻ്റെ മോളെ റബ്ബറും തോട്ടത്തിൽ ടാർപ്പ വിരിച്ച് അവിടെ കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്മയും മകളും മാത്രമല്ലേ ഇവിടെ താമസിക്കുന്നുള്ളൂ? അച്ഛനോ? അച്ഛൻ പിണങ്ങി അച്ഛൻ്റെ വീട്ടിലില്ല, പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിച്ച് താമസിക്കുക. നിങ്ങളുടെ ഒരു കാര്യം നോക്കത്തില്ലേ? ഇല്ല, ഇപ്പൊ 15 വർഷത്തോളം. അപ്പൊ ഈ മകളുടെ പഠിത്തത്തിന്റെ ചെലവ് ചോദിച്ചാൽ എപ്പോഴെങ്കിലും അച്ഛനെ സമീപിച്ചു? കാരണം അച്ഛനും കൂടെ ഉത്തരവാദിത്തം ഇല്ല. അത് ഞാനൊരു 9-ൽ 10-ൽ പഠിക്കുന്ന സമയത്ത് ഒരോണത്തിന് ഞങ്ങളിങ്ങനെ പറക്കോട് ചന്തയിൽ ഇത് സാധനം മേടിക്കാൻ പോയി. അവിടെ വെച്ച് അച്ഛനെ കണ്ടു. അച്ഛനും ഇപ്പൊ കല്യാണം കഴിച്ച ഭാര്യ അവർ കണ്ടു കഴിഞ്ഞപ്പം
അമ്മ എന്നോട് പറഞ്ഞു പോയി മിണ്ട് എത്ര നിന്റെ അച്ഛൻ തന്നെ അല്ലെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചെന്ന് അത്ര നേരം ഞാൻ മിണ്ടിട്ടില്ല. ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു അച്ഛൻ എവിടെ പോകാന്ന് ചോദിച്ചു. അപ്പം മാസ്ക് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മാസ്ക് വെച്ച് നോക്കിയാൽ ആരാ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വെച്ച് തമാശയായിരിക്കും. ഞാൻ മാസ്ക് ഇട്ട് പറഞ്ഞു അച്ഛൻ എന്നെ അറിയത്തില്ല, പാറുവിനെ അറിയത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. നീ ഏതാ, നിന്റെ അമ്മ ഏതാ, നിന്റെ അച്ഛൻ ഏതാ, എനിക്ക് നിന്നെ അറിയത്തില്ലെന്ന്. നടുറോട്ട് ഒരു ഹോട്ടലിൽ വെച്ച് എന്നോട് തൂക്കി പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ അച്ഛനോട് മിണ്ടാൻ പോകാറില്ല. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ആ രംഗങ്ങളൊന്നും ആലോചിച്ച് നോക്കി. സ്വന്തം മോളോട് ഒരു അച്ഛൻ നീ ആരാണ് എനിക്ക് ഇതിനെ അറിയില്ല എന്ന് പറയുന്ന രംഗമൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 9-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നടന്ന സംഭവമാണ് അല്ലേ. ഇന്നും അത് ഓർക്കുമ്പോൾ അവർക്ക് കണ്ണീരടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന് എത്ര കാലം കഴിഞ്ഞാലും ആ സങ്കടം മനസ്സിൽ തന്നെ ഉണ്ടാകും അല്ലെ. അച്ഛന്റെ പാറവാണ് എന്നെ മനസ്സിലായില്ലേ എന്ന് സ്വന്തം മോള് ചോദിക്കുമ്പോൾ നിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുപായിക്കുന്ന ഒരു അച്ഛന്റെ മാനസികാവസ്ഥയെ കുറിച്ച് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. ഈ കുട്ടിയുടെ അമ്മയോട്, അതായത് ഇയാളുടെ ആദ്യ ഭാര്യയോട് ചിലപ്പോൾ അയാൾക്ക് പല പ്രശ്നങ്ങളും കാണും എന്ന് കരുതി ഒന്നും അറിയാത്ത ആ മോളോട് ആ ദേഷ്യം കാണിക്കാൻ പാടുണ്ടോ? എന്തായാലും എല്ലാ പ്രശ്നങ്ങളും നേരി കണ്ട് ആ അമ്മ നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ ആ മോളെ വളർത്തി വലുതാക്കി എന്നുള്ളതാണ്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ സ്വന്തം മോളെ ഒറ്റക്കാക്കി ജോലിക്ക് പോകാൻ പോലും ആ അമ്മക്ക് കഴിയാറില്ലായിരുന്നു. കാരണം അവര് ജോലിക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കയറി മോളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ മോളെയും കൂടെ കൂട്ടും. രാത്രിയിലൊക്കെ ജോലി ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ടാർപ്പായ നിലത്ത് വിരിച്ച് അതിൽ മകളെ കിടത്തി ഉറക്കിയിട്ടാണ് അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. കഥവൊക്കെ ഓരോരുത്തർ ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ ചെയ്ത് ഇതൊക്കെ കഥവൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടേക്കും. ആരാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളിവിടെ പഠിക്കുന്നില്ലായിരുന്നു, നമ്മളിവിടുന്ന് പോവും. ഇതൊക്കെ പിന്നെ ആ താഴോട്ട് വീണ് അങ്ങനെ പോയത്. കഥയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് വെച്ചു. പിന്നെ ഇതിനകത്ത് അതുവഴി വീടിനകത്ത് കൊളുത്ത് പോലും ഇല്ല. ഞങ്ങളില്ലാത്ത സമയങ്ങളിൽ ഇവിടുന്ന് ഗ്യാസ് ഊറ്റി പാത്രങ്ങള് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളിത് കംപ്ലൈന്റ് കൊടുത്തില്ലേ പോലീസ്? ഒന്നിനും പോയിട്ടില്ല. ഇവിടുന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് ചീത്ത വിളിക്കും ആൾക്കാർ പരസ്യമായിട്ട്. എന്തിനാ അവരെന്ത് പറഞ്ഞാൽ നിങ്ങളോട്? മോശമായിട്ട് തന്നെ അമ്മയോട് ഇവിടെ ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ചീത്ത വിളിക്കാമല്ലോ എന്ന് വെച്ച് വന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കും. അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ജനമൈത്രിയാ. അപ്പം വന്നിട്ട് അവർ വന്ന് തിരക്കിയിട്ട് പറയും ആ നാളെ സ്റ്റേഷനിൽ നാളെ വിളിപ്പിക്കാന്ന് പറയും. അവർ പോകും. ഇപ്പോൾ 2-3 വീഡിയോസ് ഇതിന് മുൻപ് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു. അതേ തുടർന്ന് നിങ്ങൾക്ക് വലിയൊരു മോശം അനുഭവമാണ് ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു നിങ്ങൾ? അവര് വിളിക്കും, വിളിച്ചിട്ട് ചിലര് നന്നായിട്ട് സഹായിച്ചവരുണ്ട്. ചിലര് വിളിച്ചിട്ട് പറയും രാത്രി വിളിക്കാന്ന് പറയും, വീഡിയോ കോൾ ചെയ്യാൻ പറയും. അതുപോലെ വീഡിയോ കോൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് 20,000 രൂപ 30,000 രൂപ ഒക്കെ അടുപ്പിച്ച് തരാമെന്ന് പറയും. ഇത് രാത്രി വിളിക്കുക, അവരോട് സംസാരിക്കണം. അവരെപ്പോൾ വിളിച്ചാൽ നമ്മൾ ബിസി ആവരുത്, അവരോട് സംസാരിക്കണം. അങ്ങനെയൊക്കെ ഒരു മോശമായിട്ടൊരു ഇതാണ്. എന്തൊരു തരം മനുഷ്യന്മാരാണ് അല്ലേ. ഒരു ഭാഗത്തോടെ ഇവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ വേറൊരു ഭാഗത്തോടെ വൃത്തികെട്ടവന്മാർ ഇവരെ വന്ന് ഉപദ്രവിക്കുന്നു അല്ലെ. വാതില് തല്ലിപ്പൊളിക്കുന്നു. ആരുമില്ലാത്ത സമയം നോക്കി വീട്ടിന്റെ അകത്ത് കയറി ഗ്യാസ് സിലിണ്ടറും പാത്രങ്ങളും മറ്റും മോഷ്ടിക്കുന്നു. എന്തായാലും പട്ടിണി പാവങ്ങളെ വരെ വെറുതെ വിടുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതിന് പകരം പാവങ്ങളെ കൊള്ളയെടുക്കുന്ന നികൃഷ്ട ജീവികൾ. ചോദിക്കാനും പറയാനും ആരില്ലല്ലോ, അതുകൊണ്ട് എന്തും ചെയ്യാം അല്ലെ. പോലീസ് വരെ ഒന്ന് നോക്കി വെറുതെ പോകുന്നല്ലാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പാവങ്ങളല്ലേ, ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാണെങ്കിൽ ആര് ചോദിക്കാൻ വരാനാണ് അല്ലെ. നിവൃത്തികേട് കൊണ്ടാണ്. മോളുടെ പഠനത്തിനുള്ള പണമെങ്കിലും ലഭിക്കണമെന്ന പ്രതീക്ഷയോടെയാണ് 1-2 ഓൺലൈൻ മീഡിയാസ് ഇവരെ സമീപിച്ചപ്പോൾ ഇവര് വീഡിയോ ചെയ്യാൻ തയ്യാറായതും അതിന്റെ കൂട്ടത്തിൽ പണം അയക്കാൻ ഗൂഗിൾ പേ നമ്പർ പബ്ലിക് ആക്കിയതും അതോടെ കുറെ ഞരമ്പന്മാര് വിളി തുടങ്ങി എന്നുള്ളതാണ്. അമ്മയും മോളും കൂടെ കോളിൽ വാ, എന്നിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യും, 20,000-ഓ 30,000-ഓ എത്ര വേണമെങ്കിലും തരാം. ഓരോരുത്തന്മാരും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വിളിച്ച് പറയുന്നത്. പാവങ്ങളുടെ നിവൃത്തികേടിനെ ചൂഷണം ചെയ്യുന്ന കുറെ മനുഷ്യന്മാര് അല്ലെ. ബാക്കിയും കൂടി കേട്ടോക്കാം. പിന്നെ കൊച്ചു കൊച്ചു കൃമികളുണ്ടല്ലോ, അങ്ങനെയുള്ള പുള്ളിക്കാരൊക്കെ വിളിച്ചിട്ട് പറയും അമ്മയുടെ മോളാണോ ശുപ്ര ദേവി? ഞാൻ പറഞ്ഞു ആണോ. അത് എനിക്ക് മോളെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ വേറെ രീതികളിൽ സംസാരിക്കാം. അപ്പോഴേ അത് കട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ തിരിച്ച് ചീത്ത വിളിച്ചിട്ടില്ലേ? ചീത്ത വിളിച്ചിട്ടുണ്ട്. എത്ര പേരെ നമ്മൾ ചീത്ത വിളിക്കും? ഉണ്ടാകും. ഒന്നാമത്തെ സത്യം അച്ഛനും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ തിരിച്ച് പറയണമെന്ന് അറിയത്തില്ല. അമ്മ തന്നെ എത്ര പേരോട് ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങൾ പറയുന്നിടത്തൊരു വില, വാക്കിന് വില വരുത്തില്ല. അതൊരു സത്യം. പിന്നെ ചോദിക്കും വീട്ടിൽ എങ്ങനെയാ ഫുഡൊക്കെ കഴിക്കും, പിന്നെ വീട് പണി എങ്ങനെ നടത്തും, ഞാൻ ഇന്ന് നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിലവ് നോക്കട്ടെ, വീട് പണിക്ക് എത്ര ലക്ഷം രൂപ വേണം, ഇത് എത്ര ലക്ഷം രൂപ വേണം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, സംസാരിക്കണേ എന്നൊക്കെ പറയും. പിന്നെ വീഡിയോ കോൾ ആവും. ഭയങ്കര ശല്യമായിരിക്കും. അവര് എപ്പോഴും വിളിച്ചിരിക്കും. ഞാൻ പൈസയൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ, പൈസ അയക്കുന്നുണ്ട് പറയും. പക്ഷെ നമുക്കറിയത്തില്ല പൈസ അയക്കുന്നതെന്നും. പൈസ അയക്കുന്നുണ്ട് ഓരോ വട്ടം വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും ദേഷ്യപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ദേഷ്യം വരും. പക്ഷെ എന്നാലും അതിനേക്കാൾ സങ്കടമായിരിക്കും വരുന്നത്. ഇങ്ങനെ നമ്മുടെ നിവൃത്തിയേട് കൊണ്ട് ഇത് വന്നിങ്ങനെ കൈ നീട്ടുമ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ മോശം പറയുമ്പോൾ ഒരു വിഷമം വരും. എന്തായാലേ മോൾക്ക് പഠിക്കണ്ടേ, വീട് പണിയൊക്കെ തീർക്കണ്ടേ, എത്ര ലക്ഷം രൂപ വേണം അല്ലേ, മാമൻ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് വിളിക്കുന്നത് അല്ലേ. ഇതൊക്കെ ചെയ്തു തന്നെ എന്താക്കണം, ഞങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഇതൊരു സ്നേഹം, ഇതൊരു കരുതലല്ലേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഒരാളുടെ ദയനീയാവസ്ഥ അങ്ങോട്ട് മുതലാക്കന്നെ. ഇനിയിപ്പോ ചിലർ ചോദിക്കുന്നുണ്ടാകും ഇത്രയും ഫീ ഒക്കെ കൊടുക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ BSc നഴ്സിംഗിന് പോയി ചേർന്നത്. ഇതിനൊക്കെ
പൈസക്കൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു, പൈസ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കണം എന്നൊക്കെ അല്ലെ. പക്ഷെ അതിനും ഒരു ഉത്തരമുണ്ട്. അതായത് ഇവർ എസ് സി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പ് ലോണുകളും ഒക്കെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോകുന്നത് കൊണ്ട് ബാക്കി പണം എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നഴ്സിംഗിന് ചേരുന്നത്. പക്ഷെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി എന്നുള്ളതാണ്. അല്ല, പൈസക്കാർക്ക് മാത്രം ഇവിടെ പഠിച്ച് മുന്നേറിയാൽ പോരല്ലോ, പാവപ്പെട്ടവർക്കും പഠിക്കണ്ടേ. ഈ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവളുടെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. എനിക്ക് ഉറപ്പാണ് അവൾ പഠിച്ചു മുന്നേറും. എല്ലാ ദുരിതങ്ങളെയും പഴങ്കഥയാക്കി അവൾ ജയിച്ചു മുന്നേറും. അതുകൊണ്ട് തന്നെ ഈ പാവത്തിനെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.